യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം അതിരുകളില്ലാത്ത ദൈവസ്നേഹം. ധ്യാനത്തിനായുള്ള തിരുവചനം റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. അതിരുകളില്ലാതെ ഉപാധികളൊന്നുമില്ലാതെ നിത്യസ്നേഹത്താൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം ക്രിസ്തു തൻ്റെ ക്രൂശിലൂടെ നമുക്ക് കാണിച്ചു തന്നു. നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ക്രിസ്തു ക്രൂശിൽ യാഗമായി. ഇതിലൂടെ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ഈ സ്നേഹത്തിൽ എന്നും വസിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം നാം നോക്കുമ്പോൾ പാപികളായ നമ്മെ തേടി വന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന 3 ഉപമകൾ കാണുവാൻ സാധിക്കും. 100 ആടുകളിൽ 1 നഷ്ടപ്പെട്ടപ്പോൾ 99-നെയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയ 1-നെ കണ്ടുകിട്ടും വരെ അതിനെ അന്വേഷിച്ച ഇടയൻ്റെ ഉപമ കാണുവാൻ സാധിക്കും. നല്ലിടയനായ കർത്താവായ യേശു പാപികളായ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ ആയി സ്വന്തം ജീവൻ നൽകിയതാണ് അതിരുകളില്ലാത്ത ആ ദൈവസ്നേഹം. നല്ലിടയനായ കർത്താവിൻ്റെ അടുക്കൽ മടങ്ങിവന്ന് ആ ദൈവസ്നേഹത്തിൽ എന്നും വസിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടണം എന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി ഓരോ ദിനവും യേശുവിനോടൊപ്പം നടക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിഞ്ഞ് അനുദിനം ജീവിക്കാം. ഇത്ര വലിയ ദൈവസ്നേഹവും കരുതലും മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ ഇന്നും ക്ഷണിക്കുന്നു. ലോകം കൈവിടുമ്പോഴും നമ്മെ കൈവിടാത്ത ആ ദൈവസ്നേഹത്തിൽ എപ്പോഴും ആശ്രയിക്കാം. ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവം ആ ദൈവസ്നേഹത്തിൽ വസിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പാപികളായ ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച അങ്ങയുടെ ദയയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ പൊതിഞ്ഞ് കാത്തുകൊള്ളുന്ന ദയയ്ക്കായി നന്ദി. ലോകത്തെ വെറുത്ത് ദൈവസ്നേഹത്തിൽ എന്നും വസിക്കുവാൻ പരിശുദ്ധാത്മാവാം ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ക്രൂശിലൂടെ ഞങ്ങളെ സ്നേഹിച്ച കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.